പ്രിയ സ്നേഹിതരെ, നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ചില ആത്മീയ അനുശീലനങ്ങളുണ്ട്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് വാദിക്കുവാനും തർക്കിക്കുവാനും നമ്മൾ ക്രിസ്ത്യാനി ഒരുപാട് വ്യഗ്രചിത്തരാകുന്നില്ലേ ഇപ്പോൾ? നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ തർക്കങ്ങൾ അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നതാണ് സങ്കടകരം. നമ്മൾ വിശ്വസിക്കുന്ന ത്രിത്വൈക ദൈവത്തിലാണ്. ക്രിസ്തുവാണ് നമ്മുടെ ഏകരക്ഷകൻ. അവൻ്റെ ഉദ്ധാനത്തിലും നാം അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. മരണാന്തര ജീവിതം നാം പ്രത്യാശിക്കുന്നുണ്ട്. സ്വർഗമാണ് നമ്മുടെ ഭവനം, വചനമാണ് നമ്മുടെ ദൈവിക വെളിപാട്, കുർബാനയാണ് നമ്മുടെ അനുദിന ആത്മീയ ഭോജനം. ഇങ്ങനെ പരമപ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളൊക്കെ ഏകമായിരിക്കുമ്പോഴും കലഹിക്കുന്നത് പലതും വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ? 99% കാര്യത്തിലും പൊരുത്തമുള്ളപ്പോഴും പൊരുത്തമില്ലാത്ത 1% കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ മുഴുവനും ശ്രദ്ധയും ഊർജവും മാറ്റിവെക്കുന്നത്. അവഗണിക്കേണ്ട ചില അപ്രധാന വ്യതിരിക്തതകൾക്ക് വേണ്ടി എന്തിനാണ് നമ്മളിങ്ങനെ പിടിവാശി കാണിക്കുന്നത്, കലഹിക്കുന്നത്? ആദിമകാലം മുതലേ എതിരഭിപ്രായങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നേ. റോമർക്കാർക്കുള്ള ലേഖനവും 1 കൊറിന്തോസും വായിക്കുക. പല കാര്യങ്ങളിലും ആദിമസഭയ്ക്ക് അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന മാംസം ഭക്ഷിക്കാമോ? സാബത്ത് ആചരിക്കാമോ? സസ്യഭോജിയാകാമോ? മാംസഭോജിയാകണമോ? വീഞ്ഞു കുടിക്കാമോ? എന്നതിനെക്കുറിച്ചൊക്കെ തർക്കം അന്നുമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരേപോലെയല്ല. ചിന്തയിൽ ഒരേപോലെയല്ല. കാഴ്ചയിൽ ഒരേപോലെയല്ല. വസ്ത്രധാരണത്തിലും സംസാരത്തിലും സമാനരല്ല. രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണ്. തിരുസഭ എത്രമാത്രം വിശാലമാണോ അത്രമാത്രം വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയും ഗ്രൂപ്പുകളും ഉണ്ടാകുമെന്ന്. ചിലർ കരിസ്മാറ്റിക് അനുഭാവികളായിരിക്കാം. ചിലർക്ക് നിശബ്ദദാനമായിരിക്കാം പ്രിയം. ചിലർ വചനാധിഷ്ഠിത പ്രബോധനം ഇഷ്ടപ്പെടുന്നവരാ. മറ്റു ചിലർക്ക് അനുഭവസാക്ഷ്യവും അത്ഭുതങ്ങളും അനിവാര്യമാണ്. ചിലർ പ്രൗഢഗംഭീരമായ ദേവാലയമാണ് ആരാധനയുടെ ശ്രേഷ്ഠതയെന്ന് വിശ്വസിക്കുന്നവരാ. മറ്റു ചിലർക്ക് ദരിദ്രർക്ക് പങ്കുവയ്ക്കുന്ന ദാനധർമ്മമാണ് ഏറ്റവും വലിയ ആരാധനയെന്ന് കരുതുന്നവരാ. എനിക്കുറപ്പുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ ആകണമെന്ന് പിടിവാശി കാണിക്കുന്ന ഒരാളല്ല ദൈവമെന്ന്. എല്ലാം ഒരേപോലെയാണെങ്കിൽ എന്തൊരു വിരസതയായിരിക്കും ഈ ജീവിതത്തിന്. വ്യത്യസ്തത ജീവിതത്തിൻ്റെ അഴകാണെന്ന്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതായി മാറുമ്പോൾ അതിലൊരു അപകടമുണ്ട്. ആകയാൽ ഭിന്നാഭിപ്രായമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരെ ദൈവനാമത്തെ ഉൾക്കൊള്ളുവാനുള്ള വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.